ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ യുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന വൈജയനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അഹങ്കാരമൊന്നും എടുക്കരുതെന്നും അച്ഛൻ പറയണ കേൾക്കണമെന്നും മക്കൾ പറയണ അനുസരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ഒരു അടി മാഡത്തിന്, തിരിച്ചടി മാഡത്തിന് കിട്ടും, പിന്നെ തല ഉയർത്താൻ പോലും പറ്റില്ല എന്നൊക്കെ പറയാണ്. പിന്നെ അപ്പോൾ വൈജയ്ക്ക് ഈ അലീന പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ തരിച്ച് നിൽക്കുവാട്ടോ. ഇതെങ്ങനെ അലീന അറിഞ്ഞു, ഇവളിനി ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ആൾ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതുകൊണ്ട് അച്ഛനും അനുസരിച്ച്, മക്കളെ അനുസരിച്ച് അവിടെ ചെന്നാലും സന്തോഷത്തോടുകൂടി ജീവിക്കണം, അതല്ലെങ്കിൽ കുടുംബം തന്നെ ഇല്ലാതായി പോവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എൻ്റെ അച്ഛനാണ് അച്ഛൻ, അതുപോലെ തന്നെ അവിടുത്തെ മക്കൾ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളാണ്, അതേപോലെ തന്നെ മാഡം എൻ്റെ അമ്മയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജി ഇങ്ങനെ അലീനയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അലീന പറയും, എന്നാൽ ശരി ഞാൻ പോവാണെന്ന് പറയും. അങ്ങനെ പോവാൻ വേണ്ടി ഡോറിൻ്റെ അടുത്ത് ചെന്നിട്ടും അലീന തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറയും, ഞാൻ പോവാണെന്ന് പറയും. അങ്ങനെ അലീന പോവാണ്. പിന്നെ കാണിക്കണത് അലീന നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ മുത്തശ്ശി അലീനേനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് മോളെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, മനു വന്നിരുന്നു, മനു പറഞ്ഞു നീ യാത്ര ചോദിക്കാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിക്ക് ഇങ്ങനെ സങ്കടം വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് അറിയാമെന്ന്, സത്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ അലീന പറയും, ഇപ്പോൾ എങ്ങനെയാണ് എണ്ണ, കുഴമ്പ്, ലേഹ്യം, അരിഷ്ടം ഇതൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, മോളെ നീ നോക്കിയ പോലെ ആരെങ്കിലും ഉണ്ടാവോ നോക്കാനായിട്ട്. അപ്പോൾ അലീന ചോദിക്കുക, എന്താ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഉപകാരമുള്ള സാധനങ്ങൾക്ക് മാത്രമാണ് മനുഷ്യന്മാർ ശ്രദ്ധയും വിലയും കൊടുക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അലീന പറയും, മുത്തശ്ശിയുടെ ഒരു കാര്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ പോവാന്നറിഞ്ഞു, നീ വൈജയനെ കണ്ടായിരുന്നോ, യാത്ര പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, നന്നായി വാന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, പിന്നെ വൈജയല്ലേ നിന്നെ ശപിച്ചിട്ടുണ്ടാവും, മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, നീ എന്നോട് നുണ പറയുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പതിവ് പോലെ തന്നെയാണ്, എന്നോട് ദേഷ്യമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് അലീന ഞാനിങ്ങനെ പോവാന്ന് പറയുമ്പോൾ മുത്തശ്ശി അലീനയെ ചേർത്ത് പിടിച്ച് കൈയൊക്കെ പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മുത്തശ്ശിയോട് കരയരുത്, ഞാൻ പോയാലും ഇനിയും വരും, മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും വരും, ഞാൻ ആദ്യമായിട്ട് ഒരു ജോലിക്ക് വന്ന വീടായത്, ഇതിന് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം, അതേപോലെ തന്നെ ഒരു ഊണുമേശയിലൊരു ഇടം കിട്ടിയത് പോലും അവിടെ ചെന്നപ്പോഴായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതൊന്നും മറക്കില്ല എന്ന് പറയും. എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം എപ്പോഴും വേണമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി അലീനയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അങ്ങനെ അലീനേനെ യാത്രയാക്കുന്നുണ്ട്. ഇതിന് ശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഗംഗേട്ടനും മനു നിൽപ്പുണ്ടാവും. അപ്പോൾ ഗംഗേട്ടൻ, എന്താ മോളെ നീ വൈജയനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഞാനിങ്ങനെ കണ്ടിരുന്നു, ഇങ്ങനെ പതിവ് പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു ശപിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ടേക്ക് ശിവൻ വരും. അപ്പോൾ ശിവൻ ചോദിക്കും, മോള് വന്നോ, മോള് പോവാന്നറിഞ്ഞല്ലോ, എങ്ങോട്ടാണ് പോണേന്നൊക്കെ ചോദിക്കും, ഒന്നറിയാത്ത മാതിരി. അപ്പോൾ അലീന പറയും, കുളത്തൂർ പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പ്ലാന്ററുടെ വീടാണെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ശിവൻ പറയും, പ്ലാന്ററുടെ വീടോ, അത് ആരാന്ന് നിനക്കറിയോ ചോദിക്കും. പറയും അലീന പറയും, അതൊന്നും ഞാൻ ചോദിച്ചില്ല, അച്ഛൻ എന്തായാലും എന്നെ ഒരു നല്ല സ്ഥലത്തേക്ക് എത്തിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അല്ലാതെ എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല, അപ്പോൾ അച്ഛനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നൊക്കെ പറയുമ്പോൾ ഗംഗേട്ടനും ശിവനും മനുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അതിനുശേഷം പറയും, നീ വൈജയനോട് സംസാരിച്ചോ, യാത്ര പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, പറഞ്ഞു, കുറച്ചധികം പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഗംഗനും ശിവനും ആകെ വെപ്രാളാവും. അവർ ചോദിക്കും, എന്താ നീ വല്ലതും എടുത്ത് പറഞ്ഞോന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പറഞ്ഞു, അച്ഛനെ അനുസരിക്കണമെന്നും അതേപോലെ തന്നെ പിടിവാശിയും ഭരണവും ഒന്നും നടത്തരുതെന്നും, അച്ഛന് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂതകാലം ഒക്കെ പുറത്ത് വരുമെന്നും ഒക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ മറ്റേ ഗംഗേട്ടൻ പറയും, ഇതൊക്കെ ഞങ്ങൾ എത്ര പറഞ്ഞതാ, ഇതിൻ്റെ 4 ഇരട്ടി ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾക്കൊക്കെ പുല്ല് വിലയാണ്, അവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളിപ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് പ്രതികരിക്കും എന്ന് പറയും. അങ്ങനെ അലീന പോവാൻ നിൽക്കുമ്പോൾ ശിവൻ പറയും,
ആ മനു നീ ഒന്ന് അലീനേനെ വീട് വരെ കൊണ്ടേ ആക്ക്, കാർ എടുത്തോ എന്ന് പറയും. അപ്പോൾ മനു ആദ്യം തന്നെ പുറത്തേക്ക് പോയി. അപ്പോൾ അലീന ശിവനോട് പറയും കമലേട്ടത്തിനോടും മോളോടും ഒരു യാത്ര പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശിവൻ പറയും അവരിവിടെ ഇല്ല, മോൾ വിഷമിക്കേണ്ട, ഞാൻ അവർ വരുമ്പോൾ പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗംഗേട്ടൻ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്ത് കാര്യത്തിന് ഞങ്ങളെ വിളിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ ശിവനും പറയും ഞങ്ങൾ നീ ആരാന്ന് തിരിച്ചറിയാതെ ഒരുപാട് ദ്രോഹങ്ങൾ നിനക്കെതിരെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നീ അത് പൊറുക്കണം എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ പറയും ഇതൊക്കെ എന്ത് ദ്രോഹം, ഇത് ദ്രോഹത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരുപാടില്ലേ. 22 വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ കൊണ്ട് അനാഥാലയത്തിലാക്കി അതിൻ്റെ ജീവിതം ഇതാക്കിയതിൻ്റെ അത്രയും വരില്ലല്ലോ ഈ ദ്രോഹമൊന്നും എന്ന് പറയുമ്പോൾ ഇവർക്ക് ആകെ ഇതായിട്ടോ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണം. അപ്പോൾ മനുവും വണ്ടിയിലിരുന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മനു വന്നിട്ട് പറയും വാ ഇനി അവിടെ നിന്ന് നേരം കളയണ്ട എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി പുറപ്പെടുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ മനു ഇങ്ങനെ ചോദിക്കും എന്തായി വൈജാൻറ്റി എന്താ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ പറയും പതിവ് പോലെ എന്ന് പറയുമ്പോൾ മനു പറയും കുറേ പ്രാഗിയിട്ടുണ്ടാവും, മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇതിപ്പോൾ നിനക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും ഇല്ല മാഡം എന്തൊക്കെ പറഞ്ഞാലും അതിനൊക്കെ മറുപടി കൊടുത്തിട്ടാണ് ഞാൻ പോന്നേക്കണേന്ന് പറയും. അപ്പോൾ മനു പറയും എന്തെങ്കിലും നീ എടുത്തു ചാടി പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും സൂചന കൊടുത്തു എന്ന് പറയും. അപ്പോൾ മനു ചോദിക്കുക എന്ത് സൂചനയാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പറയും ഈ പണ്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാണൊരുത്തൻ്റെ കൂടെ ജീവിച്ച കാര്യവും ഒക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മനു അവൻ ഞെട്ടിപ്പോട്ടോ. അപ്പോൾ അതിച്ചിരി കൂടിപ്പോയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും ഇല്ല ഒട്ടും കൂടിപ്പോയിട്ടില്ല, അങ്ങനെ ഒരു ഭയം ഉണ്ടായാൽ മാത്രമാണ് മാഡം ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കുള്ളൂ. അച്ഛനെ ഇപ്പോൾ കുറച്ച് തണുത്തിരിക്കുകയാണ്, ഈ സമയത്ത് അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഭരിക്കാനും പുച്ഛിക്കാനും തല്ലുപിടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും പൊട്ടിക്കും, പിന്നീട് ആ കുടുംബം ഉണ്ടാവില്ല, മക്കളുടെ ജീവിതം ഇതൊക്കെ തകരും എന്ന് പറയും. അപ്പോൾ മനു പറയും നീ പറഞ്ഞ് ശരിയാണ് എന്ന് പറയും. അപ്പോൾ പറയാം അലീന പറയും അത് മാത്രമല്ല എനിക്ക് ഈ രഹസ്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് അച്ഛനോട് പറയോ എന്നൊരു ഭയം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങുമെന്നാണ് എൻ്റെ വിചാരം എന്ന് പറയും. അപ്പോൾ മനു ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് പറയും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഇതൊക്കെ പറയണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനവിടെ വന്നതെന്നും ഒക്കെ മനുവിനോട് തുറന്നു പറയുകയാണ് അലീന. ഇത് കേൾക്കുമ്പോൾ മനു ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയും മാഡത്തിന്, അപ്പോൾ മനു ചോദിക്കും അപ്പോൾ ഇനി നീ പോയാലും വല്ല ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് നിന്നോട് ഇതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ആ 22 വർഷം മുമ്പുള്ള കഥകൾ ശരിക്കും അറിയാമെന്നും അന്ന് മാഡം പ്രസവിച്ചിട്ട ആ ചോരക്കുഞ്ഞിനെ പെൺകുഞ്ഞിനെ പറ്റി അറിയാമെന്നും ഞാൻ പറയുമെന്ന് പറയും. അപ്പം മനുവിനെ നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല മനുവേട്ടാ ഇതൊക്കെ വേണം, അല്ലാതെ മാഡത്തിനെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റില്ല, മാഡത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ പറയും എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവർ പോവാട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മനുവിനോട് പറയും അലീന ഇങ്ങനെ പറയും മനുവേട്ടനായിരുന്നു എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എനിക്ക് കൂട്ടുനിന്ന ആൾ, അതും എന്നെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നതും എന്നെ സ്നേഹത്തോടെ പരിചരിച്ചതും എല്ലാം മനുവേട്ടനാണ്. അപ്പോൾ മനുവേട്ടനെ ഞാൻ കാണണത് ഒരു പ്രത്യേക രീതിയിലാണ് എന്നൊക്കെ പറയും. അപ്പോൾ മനുവിന് സന്തോഷമായി. അങ്ങനെ മനു അലീന പറയും ഈ ഒരു ജീവിതത്തിലും ഇനി വരാൻ പോണ ജീവിതത്തിലും ആ കൈത്താങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ എന്നൊക്കെ പറയുമ്പോൾ മനു പയ്യെ വണ്ടി ഒരു സൈഡാക്കിയിട്ട് അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഞാൻ എന്നും ഉണ്ടാവും എന്നും പറഞ്ഞു. അപ്പോഴും മനു പറയും നീ എങ്ങോട്ടാണ് പോകുന്നതെന്നും അവിടെ എങ്ങനെയുള്ള വീടാണെന്നും ഒക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അലീന എനിക്ക് അതൊക്കെ എങ്ങനെ മനുവേട്ടനെ അറിയാമെന്ന് പറയുമ്പോൾ മനു ചിരിച്ചുകൊണ്ട് പറയും അതൊക്കെ ഞാൻ അങ്കിളിനോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അലീന പറയും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും അത് അങ്കിള് പറയട്ടെ, അങ്കിള് തന്നെ പറയണതാണ് അതിൻ്റെ നല്ലതെന്ന് മനു പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരിയാണ്, അച്ഛനെ ഒരിക്കലും ഒരു വേണ്ടാത്തിടത്തേക്ക് പറഞ്ഞു വിടില്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയും. പിന്നെ
കാണിക്കുന്നത് ഇവർ വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോൾ അലീനയും മനുവായിട്ടുള്ളൊരു സ്നേഹനിമിഷങ്ങളൊക്കെ ഉണ്ട്. മനു അവരെ കൈ പിടിച്ച് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് കയറണതും പിന്നെ നമ്മുടെ വൈജയുടെ കുറേ പ്രകടനങ്ങളും ഒക്കെ ഉണ്ട്. വൈജ അടങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംഭവ വികാസങ്ങളുമായിട്ടാണ് എപ്പിസോഡ് വന്നേക്കണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.